2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഉത്തരം ബി. ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഉത്തരം ഡി. 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര്? ഉത്തരം എ. ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 22 ജൂലൈ 2019. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി. 1950 ജനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? ഉത്തരം സി. നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം സി. സംബാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഉത്തരം എ. ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ബി. മീസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ബി. ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? ഉത്തരം ഡി. കൈഗ. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം സി. ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഉത്തരം എ. ഡക്കാൻ പീഠഭൂമി. അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ബി. കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഡി. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ നിലവിൽ വന്നത് 1999. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഉത്തരം ബി. കാരക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? ഉത്തരം സി. മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം സി. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഉത്തരം എ. മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഡി. ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഉത്തരം ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം എ. ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബി. അനുച്ഛേദം 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം സി. ഡോക്ടർ വിശ്വാസ മേത്ത. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്? ഉത്തരം ഡി. സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഉത്തരം എ. 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം ബി. 44ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? ഉത്തരം ഡി. 24. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ഉത്തരം സി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ഉത്തരം ബി. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം സി.
അബനീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വച്ചാണ്? ഉത്തരം സി, അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഉത്തരം ഡി, ഇവയെല്ലാം. അതായത് മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ഇവയെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ബി, ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം സി, കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം എ, VP മേനോൻ. VP മേനോൻ എഴുതിയ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 1954 1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ഉത്തരം ഡി, 5. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം എ, ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? ഉത്തരം ബി, ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? ഉത്തരം ബി, 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം എ, കെ കേളപ്പൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം സി, ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? ഉത്തരം എ, മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം സി, AV കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂര്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ബി, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ബി, ഇടുക്കി. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാര്? ഉത്തരം ബി, P രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഉത്തരം ഡി, ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ബി, ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്രസമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഉത്തരം സി, പുനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഉത്തരം ബി, ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്.
എറണാകുളം ജില്ലയിൽ ഏത് സ്ഥലത്ത് നടത്തിയ ഉദ്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം സി. പറവൂർ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? ഉത്തരം ബി. കോഴിക്കോട്. 61ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഉത്തരം സി. സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. ചെവി. ഉമിനീരിൻ്റെ pH മൂല്യം? ഉത്തരം സി. 7 to 8.5. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത്? ഉത്തരം ഡി. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്കു വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? ഉത്തരം സി. KAU മനുരത്ന. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഉത്തരം ഡി. കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹവാതകങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഉത്തരം ബി. രൂപകുണ്ട്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏത്? ഉത്തരം സി. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം സി. 1, 2. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിനു വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സി. ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ബി. 1 മാത്രം. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എല്ലാ അയിരുകളും ധാതുക്കളാണ്. ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ശരിയായ പ്രസ്താവന 1 എല്ലാ അയിരുകളും ധാതുക്കളാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഉത്തരം ഡി. 2, 4. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം ബി. 1:8. പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ്? ഉത്തരം സി. 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ്? ഉത്തരം എ. ജൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്? ഉത്തരം ബി. സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതി, അതിനാണ് സംവഹനം എന്ന് പറയുന്നത്. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്? ഉത്തരം ബി. ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഡി. കൽക്കരി. ഇനി മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോവാം. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ,
ഓപ്ഷൻ എ 1/24. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 6. 84ൻ്റെ ഓപ്ഷൻ ബി 0.875. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1/3. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1.21. 87 ഓപ്ഷൻ ഡി 10.7650. 88 ഓപ്ഷൻ ഡി 6. 89 ഓപ്ഷൻ സി 9 ഗുണിക്കണം 10² ഗുണിക്കണം 1. 90 ഓപ്ഷൻ ബി 2 കിലോമീറ്റർ. 91 ഓപ്ഷൻ സി 73. 92 ഓപ്ഷൻ സി 0. 93 ഓപ്ഷൻ എ 511. 94 ഓപ്ഷൻ സി രജിസ്റ്റർ. 95 ഓപ്ഷൻ എ 15:8. 96 ഓപ്ഷൻ ബി 270. 97 ഓപ്ഷൻ ഡി 326. 98 ഓപ്ഷൻ എ 0.09. 99 ഓപ്ഷൻ ബി 48. 100 ഓപ്ഷൻ ഡി 97.